ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേ ആണ്. കടുവകളെ കുറിച്ച് ഒരല്പം ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് പറയട്ടെ. ലോകത്തിലാകെ എത്ര കടുവകൾ ഉണ്ടെന്നറിയാമോ? 100 വർഷം പുറകിലേക്ക് പോയാൽ അന്ന് 1,00,000 കടുവകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വെറും 5574 കടുവകൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. അതിൽ 3682 കടുവകൾ ഇന്ത്യയിലാണ്. എന്ന് വെച്ചാൽ ലോകത്താകെയുള്ള കടുവകളുടെ 80% ഇന്ത്യയിലാണ്. ലോകത്താകെ 2 വിധത്തിലാണ് കടുവകൾ ഉള്ളത്. ഒന്ന് ബംഗാൾ കടുവയും 2 സൈബീരിയൻ കടുവകളും. അതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽപ്പെട്ട എല്ലാ കടുവകളും ബംഗാൾ കടുവകളാണ്. 1972 ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ബംഗാൾ കടുവകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവാസ കേന്ദ്രമാണ് മനാസ്, ആസാം. ഇനി കണ്ടൽ കാടുകളിൽ കടുവകളെ കാണാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു ടൈഗർ റിസർവ് ആണ് വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ്. മാത്രമല്ല, സാധാരണ പൂച്ചവർഗത്തിൽ നിന്ന് വ്യത്യസ്തരായിട്ട് കടുവകൾക്ക് നീന്താനും ബാക്കിയെല്ലാം നല്ല ഇഷ്ടമാണ്. പൂച്ച കേൾക്കണ്ട. കടുവകളുടെ ഗർജനം 3 കിലോമീറ്റർ വരെ നമുക്ക് കേൾക്കാൻ പറ്റും. ഉച്ചത്തിൽ 1973 ഇന്ത്യയിൽ കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടി പ്രോജക്ട് ടൈഗർ പദ്ധതി ആരംഭിച്ചു. ഇന്ന് ഇന്ത്യയിലാകെ 58 ടൈഗർ റിസർവുകളാണ് ആകെ ഉള്ളത്. അതിൽ 57ാമത്തെ ടൈഗർ റിസർവ് രക്തപാണി മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. 58ാമത്തെ ടൈഗർ റിസർവ് മാധവാണ്, അത് മധ്യപ്രദേശിലാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിനെ ഇന്ത്യയുടെ ടൈഗർ സ്റ്റേറ്റ് എന്നും അറിയപ്പെടുന്നു. ഇനി വിഷമകരമായ കാര്യം ഇതാണ്. 2023 മുതൽ 2025 വരെ ഇന്ത്യയിൽ 417 കടുവകളാണ് മരിച്ചത്. മനുഷ്യന്റെ വേട്ടയാടൽ, അവരുടെ ആവാസ വ്യവസ്ഥയിലേക്കുള്ള കടന്നുകയറ്റം, ഇതെല്ലാം തന്നെ ആ സ്പീഷീസിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. കടുവകളെ മാത്രമല്ല, ഓരോ വന്യജീവിയെയും സംരക്ഷിക്കേണ്ടത്, ഈ ഭൂമിയെ പരിപാലിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്.